ഒരുപാട് തേങ്ങാവെള്ളം കുടിക്കില്ലേ, വയറിളകും. അവൻ പൊങ്ങുവേണമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക, ഞാൻ കൊടുത്തില്ല. മതി മതി, ഇവിടെ നിന്ന് അച്ഛൻ അതും കൊടുക്കും. ഈ കുഞ്ഞ് വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ബാലേന്ദ്രന്റെ ജോലി തിരക്കായിരിക്കും. ഇനി വല്ല പിണങ്ങിയ മറ്റോ പോന്നാണോ? പോടാ, അവര് തമ്മിൽ പിണങ്ങാനോ? അന്ന് കാക്ക മലന്ന് പറക്കും. എന്റെ മോളെ ഞാനാടാ വളർത്തിയത്. ഞാൻ ഫുൾ. ഞാൻ നിൽ. നിങ്ങളോ? ഞാനും ഫുള്ള. തന്നെ കാശ് തരണം. ഒരു 100 രൂപ കടന്ന. കാശില്ലെങ്കിൽ കളിക്കണ്ട, ഏതൊരു പൊയ്ക്കൊന്നും പൊയ്ക്കൊന്നും. കാശില്ലെങ്കിൽ കളിക്കണ്ടെന്ന് വേണ്ട, പ്രശ്നം തീർന്നല്ലോ. മക്കള് പഠിക്കാണോ? ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു കണക്കിട്ട് തരാം, ചെയ്യ. 1000 മാക്രിക്ക് 1/2 പൂക്കറി. എന്നാ ഒരു പൂക്കറിക്ക് എത്ര മാക്രി? ചെയ്യാൻ സജിമോനെ നീ നമ്മളെ മുറി പോയിരുന്നു പഠിക്കും. അതെന്താ കുമാര നീ പിള്ളേരെ പറഞ്ഞു വിട്ടത്? നിങ്ങൾ അവരെ പഠിപ്പിക്കണ്ട. എന്നാ നിന്നെ പഠിപ്പിക്കാം. എനിക്ക് പഠിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്റെ മുറി വരെ ഒന്ന് പോണം. കാറ് വിളിക്കണോ? വേണ്ട വേണ്ട, എനിക്ക് ഞാൻ കൊണ്ടേയാക്കാം. വേണ്ട, നീ 3-ാമനത്തേക്ക് നടക്കുന്നവന് എന്നെ പോക്കണ്ട. എന്റെ ഭാര്യ വെക്കും. മന്ദാകിനി, മന്ദാകിനി, നാശം. ഇവർക്ക് ചെവി കേൾക്കൂലേ? നിങ്ങൾ എങ്ങനെയാണ് വലിച്ചു കയറുന്നത്? എന്നോട് പൊക്കണേ, എനിക്ക് മുറി പോണം. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നാ അവിടെ തന്നെ കിടന്നോ. പുറത്ത് പറ്റാനാ, കുടിക്കാനില്ല. ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങിക്കണം. കാശൊന്നും കൊടുക്കണ്ട. ദിവസം 3 നേരം. എന്താ? ഇവൾക്കൊരു വയറ്റുവേദന. എപ്പോ തുടങ്ങി? കുറച്ചു നാളായി. ഈ കുപ്പി ഒന്ന് കഴുകിക്കൊണ്ട് വരാൻ പറ്റി. കഴുകിയിട്ട് പോകുന്നില്ല, മരുന്നിന്റെ കറയാ. എന്താടി? എന്ത് പറ്റി? ഇത് ആശുപത്രിയോ വിചാരിച്ചാലയോ? ഇതിന് സമാധാനം ഉണ്ടാക്കാതെ ഞാൻ അവിടെ പോകത്തില്ല. എടോ ഡോക്ടറെ, ഇങ്ങോട്ടാണെങ്കിൽ വാടോ, ഇങ്ങോട്ടാണെങ്കിൽ വരാൻ. തന്റെ ചികിത്സ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങോട്ടാണെങ്കിൽ വരാനാ പറഞ്ഞത്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ? എന്റെ സഹോദരിയെ ചികിത്സിപ്പിക്കാനാ കൊണ്ടുവന്നത്, അല്ലാതെ ഡോക്ടറെ കൊണ്ടോ? തന്റെ സഹോദരിയെ ഡോക്ടർ എന്ത് ചെയ്തെന്നാ പറയണേ? എന്ത് ചെയ്തെന്നോ? പരിശോധിക്കാൻ എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ട് അവിടെ കയറി പിടിച്ചിരിക്കും. ഇത് കണ്ടോ? എടി, നീ ആ ചാത്തനാട്ടുള്ളതല്ലേ? അല്ല, ഞാൻ തലക്കുളത്തുള്ളത്. ഓ, വേലുത്തമ്പിയുടെ അനിയത്തിയായിരിക്കും. എടി, നീ ആ പുഷ്പാങ്കരം പോലുള്ള തെക്കിലെ നാടാക്കാരി തിലോത്തമ്മയല്ലേ? നിനക്ക് 4 ഭർത്താക്കന്മാരല്ലേ? സത്യം പറഞ്ഞോ? ഇല്ല, നിന്നെ ഞങ്ങൾ കടാപ്പുറത്ത് നോക്കിക്കൊണ്ടോ? സത്യം പറടി, നീ ആ തിലോത്തമ്മനല്ലേ? ഞാനൊന്നും പറയണ്ട. സത്യം പറഞ്ഞാ നിന്നെ വന്ന പോലെ തിരിച്ചു വിടാം. അല്ലെങ്കിൽ നിന്റെ കാലെ പിടിച്ച് പറിച്ച് കിഴിയാൻ കടലെറിയും. എന്റെ പൊന്നാങ്ങളമാരെ, എന്റെ കല്ലല്ലേ. ആ രാജപ്പൻ ഡോക്ടർ റപ്പായി ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. എപ്പോഴെങ്ങനെ വിട്ടാ പറ്റില്ല. അവളെ ഒന്നും ചെയ്യണ്ട. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളെന്താ വേഷം കിട്ടിയതാ. എന്തെങ്കിലും ആവട്ടെ, നീ വയ്ക്കും. ഈ പ്രേസിനെ കണ്ടുപോരുത്. ഓടി
നീ എന്ത് നോക്കോ? കട്ടുറുമ്പിനെ എന്തിനാ? അതിന്റെ പുറകുവശത്ത് കൊമ്പ് പോലൊരു സാധനമുണ്ട്. അത് മേത്തു വീണാ സൂചി പോലെ തൊളഞ്ഞു കയറും. നേരോ? ആ, ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു തരാം. കിട്ടി. ഇതൊന്നും കടിക്കുന്നില്ല. എന്തോ കടിക്കുന്നേ? അയ്യോ, ഇത് എന്റെ കല്ലുമണി. ഓടി വാ. ഓടി വാടി. കടിക്കുന്നേ. നമുക്ക് ഇതുവരെ കാപ്പി തന്നില്ലല്ലോ. മിണ്ടാതിരി സജി, ഉഷാന്റിയുടെ അമ്മ കേൾക്കും. ഞങ്ങൾക്ക് കാപ്പി പള്ളിക്കൂടം വിട്ടങ്ങ് വന്ന് കേറിയില്ല. അതിനു മുമ്പ് കോപ്പി എനിക്ക് കൈ കഴിയുമ്പോ തരും. അവിടെ അടങ്ങിയേരി. കല്യാണി, ഉഷ നമുക്ക് ഹോർലിക്സ് കൊടുത്തോ? ഇപ്പൊ കൊടുക്കാൻ കൊച്ചമ്മേ. ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ കിടന്ന് കീറണ്. ആ നാണി പുന്നാരിച്ച് ഭക്ഷണാക്കി വെച്ചിരിക്കാണ്. ഏതൊക്കെ അടുക്കളയിൽ ചെന്നിരിക്കെ. കല്യാണി, ഇനി മേലാൽ ഇവർക്ക് അടുക്കളയിൽ ഭക്ഷണം കൊടുത്താൽ മതി കേട്ടോ. ശരി. എടി, ഈ സന്തതികൾ രണ്ടിനെയും ബാലന്റെ കണ്ണുകൊണ്ട് കാണിക്കരുത്. അവന്റെ മനസ്സെങ്ങാനും മാറിയ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കൊച്ചുമേ. ഞാൻ അതുങ്ങൾ ഇവിടുന്ന് കടത്തി തരാം. നമുക്കൊന്നും തരത്തില്ല. അവർക്കൊക്കെ കൊടുത്തിട്ട് തരുമായിരിക്കും. നമ്മുടെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, എന്തിനാ മോങ്ങണത്? ഇവിടെ തള്ള ചത്തുപോയോ? അയ്യോ, ഇത് കൊണ്ട് ഞാൻ ചെയ്ത മാതിരിണ്ടല്ലോ. അടുക്കടേ വാ, അടുക്കടേ വാ. ഉടക്കല്ലോ പറഞ്ഞത്. കൈ വിട കൈ. അയ്യോ, നിങ്ങളെ ഞാനിന്ന് കൊല്ലും. ഇനി ഈ കുഞ്ഞുങ്ങളെ എങ്ങാനും തൊട്ടാൽ അന്ന് നിന്റെ ശവമായിരിക്കും. മക്കൾ ഊണുകൂടി പോയിരിക്കും. ഇടേ ആന പറ, ഞാൻ 10 എണ്ണതിനകം കുഞ്ഞിനെ കാത്തു കൊടുത്തിരിക്കണം.